നമ്മൾ ബാങ്കുകളിൽ നിന്നോ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വായ്പ എടുക്കാൻ നേരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ. ഇവ കുറവാണെങ്കിൽ ഒരു വ്യക്തിക്ക് ലോൺ നേടുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാഹചര്യത്തിൽ വായ്പ ആവശ്യമായി വന്നാൽ എന്തു ചെയ്യും? അതിനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വായ്പാ ഇടപാടുകളെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിക്ക് വായ്പ വാങ്ങാനുള്ള യോഗ്യത അളക്കുന്നതാണ് ക്രെഡിറ്റ് സ്കോർ. ഈ സ്കോർ കുറവാണെങ്കിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യത കുറയും. ക്രെഡിറ്റ് സ്കോർ കുറവാണ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ വായ്പാ തിരിച്ചടവുകളിൽ എപ്പോഴോ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ്. ഇതോടെ ബാങ്കുകൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടമാകുകയോ കുറയുകയോ ചെയ്യും. RBI രജിസ്റ്റേർഡ് ക്രെഡിറ്റ് ബ്യൂറോകളാണ് ക്രെഡിറ്റ് സ്കോർ നൽകുന്നത്. ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ 300 മുതൽ 900 വരെയാണ്. ഇത് കുറവാണെങ്കിൽ ലോണിനുള്ള അപേക്ഷ നിരസിക്കപ്പെടും. അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ 900-നോട് എത്ര അടുക്കുന്നുവോ അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്നാണ്. അത് നമുക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. മറ്റ് യോഗ്യതാ മാനദണ്ഡങ്ങൾ കൂടി നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ ബാങ്കുകൾ നമുക്ക് കണ്ണും പൂട്ടി വായ്പ തരും. എന്നാൽ ക്രെഡിറ്റ് സ്കോർ കുറവുള്ളവരുടെ കാര്യം അങ്ങനെയല്ല. അവർക്ക് ഇനി പറയുന്ന പോംവഴികൾ ആലോചിക്കാവുന്നതാണ്. 1. കൊളാറ്ററൽ വായ്പ. വീട്, സ്ഥലം പോലുള്ള സ്ഥിര ആസ്തികൾ ഉണ്ടെങ്കിൽ അത് ഈടായി നൽകി വായ്പ എടുക്കാവുന്നതാണ്. ഈട് ലഭിച്ചാൽ വായ്പാദാതാക്കൾ സാധാരണയായി മോശം ക്രെഡിറ്റ് സ്കോർ അവഗണിക്കാൻ തയ്യാറാകും. 2. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈട് വെച്ചുള്ള ലോൺ. ഒരു ബാങ്കിൽ സ്ഥിര നിക്ഷേപമുണ്ടെങ്കിൽ അവ ഈടായി പരിഗണിച്ച് വായ്പ ലഭിക്കും. സ്ഥിര നിക്ഷേപം ഈടായി പ്രവർത്തിക്കുന്നതിനാൽ മോശം ക്രെഡിറ്റ് സ്കോറിൽ പോലും വായ്പ നൽകാൻ ബാങ്ക് തയ്യാറായേക്കാം. 3. ഗ്യാരണ്ടർ. നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ള ഒരു ഗ്യാരണ്ടർ ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. വായ്പ എടുക്കുന്നയാൾ വീഴ്ച വരുത്തിയാൽ വായ്പ തിരിച്ചടയ്ക്കാൻ ഗ്യാരണ്ടർ സമ്മതിക്കുന്നതിനാൽ വായ്പ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. 4. ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ. ചില NBFCകൾ സാധാരണയായി മോശം ക്രെഡിറ്റ് സ്കോറുകളുള്ള വ്യക്തികൾക്ക് വായ്പ നൽകാൻ തയ്യാറായിരിക്കും. പക്ഷേ ഉയർന്ന പലിശ നിരക്ക് ഈടാക്കും. പോംവഴികൾ ഇങ്ങനെ പലതുണ്ടെങ്കിലും ഏറ്റവും ഉചിതമായ മാർഗം വായ്പാ തിരിച്ചടവുകൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ സ്ട്രോങ് ആയി നിലനിർത്താൻ കഴിയുകയും ബാങ്കുകൾ വായ്പ നൽകുകയും ചെയ്യും.